പൊതുവെ പുണ്യങ്ങളുടെ പൂക്കാലം എന്നാണ് ഈ റമദാൻ മാസത്തിന് വിശ്വാസികളായ ആളുകൾ വിശേഷിപ്പിക്കാറ്. പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാനിൻ്റെ രണ്ടാമത്തെ ഞായറാഴ്ച ദുബൈ അൽ റാഷിദിയയിലെ പബ്ലിക് പാർക്കിൽ വെച്ച് വെള്ളാപ്പ് ഖാദിമുൽ ഇസ്ലാം ജമാഅത്തിൻ്റെ UAE കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു നോമ്പുതുറ പരിപാടി സംഘടിപ്പിക്കുന്നുണ്ടെന്ന് അനുജൻ കൂടിയായ AP ഹാരിസും സുഹൃത്തും UAE കമ്മിറ്റി ഭാരവാഹിയും കൂടിയായ മൊഹ്സിൻ AGCയും അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനും ദുബൈയിലെ അൽ റാഷിദിയ പബ്ലിക് പാർക്കിലെത്തി. റാഷിദിയ പാർക്കിൽ കണ്ട തിരക്ക് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. ഞാൻ എത്താൻ വൈകിയോ എന്നുപോലും ശങ്കിച്ചു പോയി ഒരു നിമിഷം. പ്രവിശാലമായി കിടക്കുന്ന പാർക്കിൻ്റെ എല്ലാ ഭാഗത്തും പല സംഘടനകളും കമ്പനികളും വ്യക്തിപരമായൊക്കെ നോമ്പുതുറ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു പലരും. അതിൽ നിന്നും നമ്മുടെ ഈ കൂട്ടരെ കണ്ടെത്താൻ ഞാൻ അല്പം പ്രയാസപ്പെട്ടു എന്നത് മറ്റൊരു നേര്. തിരച്ചിലിനൊടുവിൽ റാഷിദിയ മെട്രോ സ്റ്റേഷന് സമീപത്തായി ഹാരിസും മൊഹ്സിനും മുത്തും റഫീഖും ഉള്ള വലിയൊരു ടീം എല്ലാ സൗകര്യങ്ങളോടും കൂടെ നോമ്പുതുറ പരിപാടിക്കുള്ള തയ്യാറെടുപ്പ് നടത്തുകയായിരുന്നു. വളരെ നേരത്തെ തന്നെ എത്തിയ ഈ കൂട്ടര് കട്ട് ഫ്രൂട്ട്സും പലഹാരങ്ങളും നോമ്പുതുറക്ക് വേണ്ടിയുള്ള ജ്യൂസും വെള്ളവും ഒക്കെ തയ്യാർ ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ സുഭിക്ഷമായി വയറും മനസ്സും നിറയുന്ന രീതിയിൽ പലതരം വിഭവങ്ങൾ ഈ ഒരു കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന നോമ്പുതുറ പരിപാടിക്ക് സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നു. റമദാനിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ മാറ്റം വരുന്നത് കാരണം ദൂരെ എവിടെയെങ്കിലും പോയി നോമ്പുതുറക്ക് പങ്കെടുക്കുക എന്നത് കൂടുതൽ താല്പര്യമില്ലാത്തൊരു വിഷയമായിരുന്നു എനിക്ക്. എങ്കിലും ഈ ഒരു കൂടിച്ചേരലിൽ എത്തിച്ചേരാനും നാട്ടുകാരായ പ്രവാസികളായ ഈ ഒരു സുഹൃത്തുക്കളുടെ കൂടെ കൂടിയിരുന്ന് നോമ്പു തുറക്കാൻ കിട്ടിയ ഈ ഒരു അവസരം വലിയ ഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നു. റമദാനിലെ നല്ല രാപ്പകലുകളുടെ സംഗമമായ മഗ്‌രിബ് ബാങ്ക് വിളിച്ചപ്പോൾ ഞങ്ങളെല്ലാവരും നോമ്പു തുറന്ന് അതേ പാർക്കിൽ നിന്ന് തന്നെ മഗ്‌രിബ് നമസ്കാരം ജമാഅത്തായി നിറവേറ്റി. ശേഷം രുചിയും മണവുമുള്ള ബിരിയാണിയും മധുകൂറുന്ന പായസവും ഒക്കെ കഴിച്ച് കുശലം പറഞ്ഞിരിക്കുമ്പോൾ സത്യത്തിൽ നാട്ടിലുള്ള ഏതോ ഒരു നോമ്പുതുറ പരിപാടിയിൽ പങ്കെടുത്ത ഒരു പ്രതീതിയായിരുന്നു. ഓരോ കൂടിച്ചേരലുകളും നിലവിലുള്ള ബന്ധങ്ങളെ ഊഷ്മളമാക്കാനും പുതിയ പല ബന്ധങ്ങളും ഉണ്ടാക്കാൻ സാധിക്കുന്നു. ഖാദിമുൽ ഇസ്ലാം ജമാഅത്ത് കമ്മിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സബ് കമ്മിറ്റികളിൽ UAE കമ്മിറ്റി വ്യക്തമായ കാഴ്ചപ്പാടോടെ പ്രവർത്തിക്കുന്നുവെന്നതിന് ഉദാഹരണം കൂടിയാണ് ജമാഅത്തിൻ്റെ പരിധിയിൽ വരുന്ന വിശ്വാസികളായ UAEയിലെ പ്രവാസികളെ ഒരുമിച്ച് കൂട്ടി ഇത്തരം കൂടിച്ചേരലുകൾ നടത്താൻ കമ്മിറ്റി കാണിക്കുന്ന താല്പര്യം. സൽപ്രവർത്തനങ്ങൾക്കൊക്കെയും എണ്ണിയാലൊടുങ്ങാത്ത പ്രതിഫലം നൽകപ്പെടുന്ന റമദാനിൽ ഇത്തരം നല്ല കാര്യങ്ങൾ സംഘടിപ്പിക്കാൻ മുൻകൈയെടുത്ത കമ്മിറ്റി ഭാരവാഹികൾക്ക് സർവശക്തനായ പടച്ച തമ്പുരാൻ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.